إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് ഓരോരുത്തർക്കും കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം അലങ്കരിക്കാൻ, സമൃദ്ധമാക്കാൻ പ്രത്യേകമായി പല അവസരങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു വർഷം എടുത്തു നോക്കിയാൽ അതിൽ വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ, മാസങ്ങൾ, അങ്ങനെ പല രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ, അല്ലാഹുവുമായി കൂടുതൽ അടുക്കുവാൻ നമുക്കനേകം അവസരങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട്. അത്തരമൊരു മാസം, അല്ലാഹു പവിത്രമാക്കിയ ഒരു മാസം നമ്മോട് വിട പറഞ്ഞു. അഥവാ റജബ് മാസം സഹോദരങ്ങളെ കഴിഞ്ഞു. ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നത് ആ മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. ആ മാസത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നേറി അങ്ങനെ ബാക്കിയുള്ള മാസങ്ങളിലും ബാക്കിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് അത്തരം സന്ദർഭങ്ങൾ. സഹോദരങ്ങളെ, ശഅബാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, പഠിക്കുവാനുണ്ട്, ഓർമ്മിക്കുവാനുണ്ട്. മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു മുഅ്മിൻ സാധാരണ അല്ലാഹുവിലോ അവന്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ആളുകളെ പോലെയല്ല. മറിച്ച് രാപ്പകലുകൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ, ദിവസങ്ങൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ, മാസങ്ങൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാനുണ്ട്. നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങുന്നു, നമ്മൾ പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും, അതല്ല സെക്കൻഡുകൾ, നമ്മുടെ നിമിഷങ്ങൾ, മിനിറ്റുകൾ വളരെ വിലയേറിയതാണ് എന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന അവിടുത്തെ ജീവിതത്തിൽ നിന്നും ഉള്ള മാതൃക എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മുന്നേറേണ്ടത്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ
അവിടുത്തെ ചര്യയിലുണ്ടായിരുന്ന കാര്യം അവിടുന്ന് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഹദീസുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിർ വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു, അഥവാ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം നമ്മൾ പറയും നബി നോമ്പ് മുറിക്കാറേയില്ല, അഥവാ എല്ലാ ദിവസവും അവിടുത്തേക്ക് നോമ്പാണ്. എന്നാൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും അവിടുന്ന് നോമ്പെടുക്കാത്ത അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പെടുക്കാറേയില്ല. എന്നാൽ ഫമാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമളാന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവനും നോമ്പെടുത്തതായി റമളാനിലല്ലാതെ നമ്മൾ അവിടുത്തെ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാന. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പെടുത്തത് ശഅബാനിലല്ലാതെ ഞങ്ങൾ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ എടുക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇടവേള കൊടുക്കും. പരിപൂർണമായി ഒരു മാസം മുഴുവനും അവിടുന്ന് നോമ്പെടുത്തത് റമളാനിൽ മാത്രമായിരുന്നു, അഥവാ ഫർള് നോമ്പ്, നിർബന്ധമായ നോമ്പ്. എന്നാൽ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ, ശഅബാനിൽ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാം. മറ്റൊരു ഹദീസിൽ കാണാം, ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാന. ശഅബാനിൽ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ, അഥവാ ധാരാളമായി നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസങ്ങളിലും അങ്ങ് നോമ്പെടുക്കാറില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അഥവാ ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കുന്നതായി അങ്ങയെ കാണുകയാണ്, മറ്റൊരു മാസത്തിലും അങ്ങ് ഇതുപോലെ നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല നബിയെ, എന്താണ് അതിന്റെ കാരണം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ذلك شهر يغفل الناس عنه بين رجب ورمضان. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ശഅബാൻ മാസം എന്നാൽ റജബിനും റമളാനിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന മാസമാണ്. സഹോദരങ്ങളെ, നോക്കൂ, റജബ് എന്നത് പവിത്രമായ മാസമാണ് എന്ന നിലക്ക് പൊതുവെ ഉത്ബോധനങ്ങൾ കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ. അതോടൊപ്പം റമളാൻ എന്നതും റമളാൻ മാസത്തിന്റെ പ്രത്യേകതകളും പോരിശകളും മനസ്സിലാക്കി ശ്രദ്ധിക്കും. എന്നാൽ അതിനിടയിലുള്ള ശഅബാൻ എന്നത് പൊതുവെ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ കൂടുതൽ നോമ്പെടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറയുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. മാത്രമല്ല, ശഅബാനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, ഈ മാസത്തിൽ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടും. സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസവുമാണ് ശഅബാൻ. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാരണങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്നാമത്തേത്, ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണിത്. ശരിയാണ്. കാരണം ചിന്തിച്ചു നോക്കൂ, ശഅബാൻ എന്നത് പൊതുവെ പവിത്രമാസമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അശ്രദ്ധയിലായി പോവാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല, അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതോടുകൂടി റമളാനുമായി ബന്ധപ്പെട്ട് അങ്ങനെ കച്ചവടക്കാരാണെങ്കിൽ സീസണിന്റെ തിരക്കായിരിക്കും.
അതല്ലെങ്കിൽ അങ്ങാടികളിൽ, അങ്ങനെ പൊതുവെ സഹോദരങ്ങളെ നമ്മൾ അശ്രദ്ധയിലാവുന്ന മാസമാണ് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹുവിലേക്ക് ഇബാദത്തുമായി അടുക്കാൻ അവിടുന്ന് ഇഷ്ടപ്പെടുകയാണ്. അവിടുത്തെ വേറെ ചില ഹദീസുകളിൽ കാണാം, ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ, ജനങ്ങൾ പൊതുവെ അശ്രദ്ധയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന ഇബാദത്തിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, രാത്രി നിസ്കാരത്തിന് ശ്രേഷ്ഠത വരാനുള്ള കാരണമതാണ്. തഹജ്ജുദിന്റെ സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തിന്, നിസ്കാരത്തിന്, ഖുർആൻ പാരായണത്തിന് കൂടുതൽ ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്താണ്? ജനങ്ങൾ പൊതുവെ ആ സമയത്ത് ഉറങ്ങുകയായിരിക്കും, അതല്ലെങ്കിൽ അശ്രദ്ധയിലായിരിക്കും. ഇബാദത്തുകളിൽ മുഴുകാൻ ആളുകൾ കുറവായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിലുള്ള ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠത കൂടുതലുണ്ട്. എന്നതുപോലെ സഹോദരങ്ങളെ, പൊതുവെ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ ഒരു മുഅ്മിൻ ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ആഴ്ചകളിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും എന്ന് ഹദീസുകളിൽ കാണാം. അഥവാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നു, സുന്നത്ത് നോമ്പ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇതുപോലെയായിരുന്നു. അഥവാ ഈ 2 ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ കർമ്മങ്ങൾ പ്രദർശിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുവിലേക്ക് കയറി ചെല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കാണാം. അപ്പൊ സഹോദരങ്ങളെ, ഈ മാസത്തിൽ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നോമ്പെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യസൂമഹു ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഐച്ഛികമായി സുന്നത്തായി നോമ്പെടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന മാസങ്ങളിൽ ശഅബാനായിരുന്നു. ثم يصله برمضان. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് തുടർന്ന് റമളാനിലും പിന്നീട് ഫർള് നോമ്പിലേക്ക് ചേർത്ത് അങ്ങനെ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി റിവായത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ശഅബാനിലുള്ള സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഫർള് നിസ്കാരത്തിന്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, ഫർള് നിസ്കാരവുമായി ബന്ധപ്പെട്ട് 12 റക്അത്തുകൾ റവാത്തിബ് സുന്നത്തുകളുണ്ട്. സുബഹിന് മുന്നേ 2, ദുഹറിന് മുന്നേ 4, ശേഷം 2, മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം 2 വീതം. അങ്ങനെ 12 റക്അത്തുകൾ ഒരാൾ നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അല്ലാഹു തആല അയാൾക്കൊരു ഭവനം സ്വർഗ്ഗത്തിൽ നിർമ്മിച്ചു നൽകും. അതാണ് റവാത്തിബ് സുന്നത്തുകൾ. റവാത്തിബ് സുന്നത്തുകൾ എന്ന 12 റക്അത്തുകൾ പോലെയാണ് ഈ ശഅബാനിൽ ഒരാൾ, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എടുക്കുന്ന നോമ്പിന്റെ പ്രത്യേകത. കാരണം എന്താണ്? അത് ഫർളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഫർളുമായി, അഥവാ ശഅബാനിന് ശേഷം പിന്നെ റമളാനിലേക്ക് ഒരടിമ കടക്കുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിന് പ്രത്യേകതയുണ്ട്. കേവലം ഒരു സുന്നത്ത് നോമ്പല്ല. ഒരാൾ സാധാരണ ഐച്ഛികമായി സുന്നത്തായി ഒരു നോമ്പെടുത്താൽ തന്നെ വലിയ ശ്രേഷ്ഠതകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ശ്രേഷ്ഠത പറയപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്ന, ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന അങ്ങനെയുള്ള ശ്രേഷ്ഠതകൾ പറയപ്പെട്ട മാസങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് നോമ്പെടുക്കാൻ സാധിച്ചാൽ അത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ശഅബാനിൽ അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധിക്കുന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ ശഅബാനിന്റെ 15 മാത്രം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ശഅബാൻ 15 ഒരു നോമ്പുണ്ടോ? അങ്ങനെ ഒരു നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ശഅബാൻ 15 അന്ന് പ്രത്യേകം ഒരു നോമ്പ്
സ്ഥിരപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതുമായി കൂടുതൽ നമുക്ക് ആ സമയത്ത് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതിന്റെ ചുരുക്കം സഹോദരങ്ങളെ, ഈ ശഅബാൻ മാസത്തിൽ ഒന്നാമതായി എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ശഅബാൻ എന്നത് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ഷഹ്റുൽ ഖുർആ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണക്കാരുടെ മാസമാണ്. അതുകൊണ്ട് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ ഈ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ താബിഈങ്ങൾ അവർ ശഅബാൻ മാസം പ്രവേശിച്ചാൽ, ശഅബാൻ മാസമായി കഴിഞ്ഞാൽ പറയും ഹാദാ ഷഹ്റുൽ ഖുർആ, ഇത് ഖുർആൻ പാരായണക്കാരുടെ മാസമാണ്. അതുപോലെ കാണാം മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ അംർ ഇബ്നു ഖൈസ് അൽ മലായി റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടു, ചരിത്രത്തിൽ കാണാം, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസമായാൽ അഗ്ലഖ ഹാനൂതഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ കട പീടിയ അത് അടച്ചു വെക്കും, എന്നിട്ട് ഖുർആൻ പാരായണത്തിനു വേണ്ടി മാറിയിരിക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവരുടെ കച്ചവടം മാറ്റിവെച്ചുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന് മുഴുകാറുണ്ടായിരുന്നത്. നമുക്കതിന് സാധിക്കുകയില്ല. എന്നാലും അതല്ലാത്ത സമയങ്ങളിൽ, നമുക്കൊഴിവുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണക്കാരുടെ മാസമായ ശഅബാൻ മാസത്തിൽ ഖുർആനുമായി ബന്ധമില്ലാതെ നമ്മൾ പോവരുത്. അതുകൊണ്ട് കൂടുതൽ ഖുർആൻ പാരായണത്തിൽ സമയം ചിലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജോലി സമയം മാറ്റിവെച്ചാൽ സുബ്ഹിക്ക് ശേഷം സമയമുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമുക്ക് ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ 1 പേജ് അതല്ലെങ്കിൽ 2 പേജ്, അതുപോലെ രാത്രികളിൽ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നോമ്പും ഖുർആൻ പാരായണവുമായി ഈ മാസത്തെ സമൃദ്ധമാക്കുന്നത്? എന്താണ് അതിന്റെ പിന്നിലുള്ള യുക്തി? ഹദീസുകൾ നമ്മൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ മുൻഗാമികൾ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു എന്നും നമ്മൾ കേട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, വരാനിരിക്കുന്ന റമളാനിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. റമളാൻ എന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് പോവേണ്ട ഒരു മാസമല്ല, മറിച്ച് നമ്മുടെ ആയുസ് മുഴുവനും വീണ്ടെടുക്കേണ്ട ഒരു മാസമാണ്. ആ മാസത്തിൽ ഒരാൾ ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമായ നിലയിൽ അമലുകൾ കൊണ്ട് മുന്നേറുകയാണെങ്കിൽ അല്ലാഹു തആല അങ്ങനെ അയാൾക്ക് പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്ത അവസ്ഥയിലാണ് അയാൾ ശവ്വാലിലേക്ക് എത്തുന്നത് എങ്കിൽ അത് മതിയായതാണ്. ആ റമളാനിലേക്കുള്ള മുന്നൊരുക്കമാണ്. സഹോദരങ്ങളെ, പല രൂപത്തിൽ നമ്മൾ മുന്നൊരുക്കം നടത്താറുണ്ട്. ഭക്ഷണ സാമഗ്രികളും വസ്ത്രങ്ങളും ഇപ്പോഴേ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടാകും. പെരുന്നാൾക്ക് എന്താണ് ഇടേണ്ടത്, പെരുന്നാൾക്ക് എന്തെടുക്കണം, ഈ നോമ്പിന് എന്തൊക്കെ കടികൾ ഉണ്ടാക്കണം എന്ന ചിന്തയിലായിരിക്കും പലപ്പോഴും നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ഭാര്യമാരും. സഹോദരങ്ങളെ, അതിലെല്ലാം ഉപരി നമ്മൾ ഒരുങ്ങേണ്ടത് ആ മാസത്തിനു വേണ്ടിയിട്ടാണ്. ആ റമളാനിന് വേണ്ടി ഒരുക്കം നടത്തേണ്ടത് ഇങ്ങനെയാണ്. റമളാനിലെ നോമ്പ് നമുക്ക് എളുപ്പമാവാൻ ശഅബാനിൽ തന്നെ നോമ്പ് പരിശീലിക്കുക. കാരണം 11 മാസം നമ്മൾ തിന്നുന്നു കുടിക്കുന്നു, അതിൽ എപ്പോഴെങ്കിലും 1 or 2 സുന്നത്ത് നോമ്പാണ് കാര്യമായി വരാറുള്ളത്. മുഹറത്തിൻ്റെത്, അതുപോലെ ദുൽഹിജ്ജ 9-ൻ്റെത്, ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെയാണ് പൊതുവെ ഒരു സുന്നത്ത് നോമ്പുകൾ വരാറുള്ളത്. അതല്ലാത്ത ഐച്ഛികമായ നോമ്പുകൾ നമ്മൾ എടുക്കാറുള്ളത് വളരെ കുറവാണ്, തുച്ഛമാണ്. ഇപ്പൊ ശഅബാനിൽ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ റമളാനിന്റെ 1-ന് നമുക്ക് തലകറങ്ങുകയില്ല, അതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് എന്ന് കാണാം. അതുപോലെ സഹോദരങ്ങളെ, റമളാൻ എന്നത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്. ധാരാളക്കണക്കിന് ഖതുമുകൾ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഓതി തീർക്കാറുണ്ടായിരുന്നു. നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ എങ്ങനെയെങ്കിലും ഏറ്റു വലിച്ച് ഒരു ഖതുമ് തീർത്താൽ തന്നെ വലിയ കാര്യമാണ്. ഒരു ഖതുമ് തീർത്തല്ലോ സഹോദരങ്ങളെ, 30 ഖതുമുകൾ തീർക്കുന്ന മുൻഗാമികൾ ഉണ്ടായിരുന്നു എന്നാണ്.
30 ഖത്മുകൾ 30 ദിവസങ്ങളിൽ. അതുകൊണ്ട് ഖുർആൻ പാരായണം ശഅബാനിൽ തന്നെ ആരംഭിച്ചാൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ, നമ്മുടെ ദിക്റുകൾ കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും കയറുന്നതിന് മുന്നേ, വാട്സാപ്പിൽ എന്ത് വന്നു എന്ന് നോക്കുന്നതിന് മുന്നേ അള്ളാഹുവിന്റെ കലാം എടുത്ത് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് നിരന്തരമാക്കാൻ ചുരുങ്ങിയത് ഒരു 2-3 പേജെങ്കിലും, കുറഞ്ഞത് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്താൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ആ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ വർഷം മുഴുവനും, നമ്മുടെ മരണം വരെ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ശഅബാനിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കൂടുതൽ ഖുർആനുമായി മുന്നേറുക എന്നുള്ളതാണ്. കൂടുതൽ ഖുർആനിന്റെ കാര്യത്തിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 2 പേജാണോ, ശഅബാൻ മാസത്തിലായിക്കഴിഞ്ഞാൽ നമുക്കത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലെ ഇപ്പോൾ 1-2 സമയത്താണോ, അതൊരു 4-5 സമയത്തേക്ക് കൂടുതലാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് സഹോദരങ്ങളെ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവരവരുടെ സ്വന്തം ശരീരത്തെ, മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞ രൂപത്തിൽ ശഅബാനിൽ തന്നെ നോമ്പും ഖുർആൻ പാരായണവുമായി മുന്നേറാറുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. ഈ 2 കാര്യങ്ങൾ ആത്യന്തികമായി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ശഅബാൻ മാസത്തിൽ ചെയ്യാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ റമളാനിൽ നോമ്പ് വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ ശഅബാൻ എന്നത് അത് നോറ്റുവിടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാന ഫമാ അസ്തതിഉ അൻ അഖ്ദിയ ഇല്ലാ ഫീ ശഅബാൻ. എനിക്ക് റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റുവിടാൻ ബാക്കി ഉണ്ടാവാറുണ്ട്, എന്നാൽ ശഅബാനിലല്ലാതെ എനിക്കത് നോറ്റുവിടാൻ സാധിക്കാറില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനിൽ പല കാരണങ്ങൾ കൊണ്ട് നോമ്പ് വിട്ടുപോയേക്കാം. സ്ത്രീകൾക്ക് പല കാരണങ്ങൾ കൊണ്ട്, ആർത്തവം, പ്രസവം, അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നോമ്പ് വിട്ടുപോയേക്കാം. അതല്ലെങ്കിൽ രോഗം കൊണ്ട് നോമ്പെടുക്കാതെ നോമ്പ് വിട്ടുപോയ ആളുകളുണ്ടാകും. അങ്ങനെ നോമ്പ് വിട്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശഅബാനിൽ നോമ്പ് നോറ്റുവിടാൻ പരിശ്രമിക്കുക. കാരണം അടുത്ത റമളാൻ എത്തുന്നതിന് മുന്നേ ആർക്കെങ്കിലും നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് 2 അവസ്ഥകളാണുള്ളത്. ഒന്ന്, കാരണം കൊണ്ട് നോമ്പ് വിട്ടുപോയ ആളുകൾ. കാരണം കൊണ്ട് നോമ്പ് വിട്ടുപോയ ആളുകൾ, ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ ആർത്തവ സമയത്ത് റമളാനിൽ നോമ്പ് ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ രോഗികൾ, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാൾ നോമ്പ് വിട്ടുപോയി, എന്നിട്ട് അയാൾ അലസമായി കൊണ്ട് അടുത്ത റമളാനായിട്ടും നോമ്പ് നോറ്റുവീട്ടിയില്ല എന്ന് വിചാരിക്കുക. ഒരാൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് റമളാനിലെ നോമ്പ് വിട്ടുപോയി, എന്നിട്ട് അയാൾ നോമ്പെടുക്കാൻ അത്രയും സമയമുണ്ടായിട്ടും ശഅബാൻ ഉണ്ടായിട്ടും നോമ്പ് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അലസമായിക്കൊണ്ട്, വേറെ കാരണങ്ങളൊന്നുമില്ല, സമയമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല, എന്നിട്ടും നോമ്പെടുക്കാതെ അടുത്ത റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ചില അസറുകൾ കാണാം. യസൂമു ഹാദാ മഅന്നാസി വയസൂമു അല്ലദീ ഫറത ഫീഹി വയുത്ഇമു ലികുല്ലി യൗമിൻ മിസ്കീനൻ. റമളാൻ വന്നെത്തിയാൽ ജനങ്ങളുടെ കൂടെ നോമ്പെടുക്കുക, റമളാനിലെ നോമ്പെടുക്കുക, എന്നിട്ട് കഴിഞ്ഞ കൊല്ലത്തെ അലസമായി വിട്ടുപോയ നോമ്പിന് പകരമായി ഒരു മിസ്കീന് ഓരോ ദിവസത്തിനും ഭക്ഷണം നൽകുകയും ചെയ്യുക. അതോടൊപ്പം ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഇത് സഹോദരങ്ങളെ മസ്അലകളാണ്. ഒരാൾ അലസമായി നോമ്പ് എടുത്തു വീടാതെ അടുത്ത റമളാൻ എത്തിക്കഴിഞ്ഞാൽ അയാൾ നോമ്പെടുത്ത് വീടുകയും ഓരോ നോമ്പിനും ഭക്ഷണം കൊടുക്കുകയും വേണം പ്രായശ്ചിത്തമായി. അതോടൊപ്പം തൗബ ചെയ്യുകയും വേണം. രണ്ടാമത്തെ അവസ്ഥ എന്നുള്ളത് കാരണമുണ്ട്. ഒരാൾക്ക് നോമ്പ് വിട്ടുപോയി, പക്ഷേ അടുത്ത റമളാൻ ആവുന്നതിനിടയിൽ അയാൾക്ക് സമയം കിട്ടിയില്ല, ആരോഗ്യം അതിനനുവദിച്ചില്ല, അതല്ലെങ്കിൽ
പ്രയാസങ്ങൾ നീങ്ങിയില്ല, രോഗം തന്നെ. അതുപോലെ പ്രസവിച്ച സ്ത്രീകൾ ഗർഭം ധരിക്കുന്ന സമയത്ത് നോമ്പ് വിട്ടുപോയി, അടുത്ത റമദാനിൽ എത്തുമ്പോൾ മുലയൂട്ടുന്ന സമയമാണ്, അപ്പോഴും നോമ്പെടുക്കാൻ ഒരുപക്ഷെ തുടക്കത്തിലാണെങ്കിൽ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, മറിച്ച് കാരണം ഉണ്ട് എന്ന കാരണത്താൽ, അവർക്ക് ഒഴികഴിവുണ്ട് എന്ന കാരണത്താൽ അവർ പിന്നീട് അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ നോമ്പെടുത്ത് വീടിയാൽ മതി. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരാൾ അടുത്ത റമദാൻ എത്തുന്നതിന് മുന്നേ അലസമായി നോമ്പെടുക്കാതിരുന്നാൽ അയാൾ നോമ്പെടുത്ത് വീടുകയും പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും വേണം. ഇനി ഒഴികഴിവുള്ള ആളാണെങ്കിൽ, അയാൾക്ക് കാരണമുണ്ട്, പ്രയാസങ്ങളുണ്ട് എങ്കിൽ ആ നോമ്പ് സൗകര്യം പോലെ എടുത്തു വിടുക എന്നതാണ് അതിൽ ചെയ്യാനുള്ളത്. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പറഞ്ഞു വന്നത് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ശഅബാനിൽ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അഥവാ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് എടുത്തുവിടാൻ ശ്രദ്ധിക്കുക. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഷഹ്റു റജബ് ഷഹ്റുൻ ലിസ്സറ, റജബ് മാസം എന്നത് വിത്ത് വിതക്കാനുള്ള മാസമാണ്. വശഅബാനു ഷഹ്റു സഖി ലിസ്സറ, ശഅബാൻ മാസം എന്നത് ആ വിതച്ച വിത്തിന് വെള്ളം നനയ്ക്കാനുള്ള മാസമാണ്. വറമളാനു ഷഹ്റു ഹസാദിസ്സറ, റമളാൻ എന്നത് ആ വിതച്ച വിത്ത്, ആ നനച്ച ആ വിത്ത് അത് വളർന്ന് അത് കൊയ്തെടുക്കാനുള്ള മാസവുമാണ്. സഹോദരങ്ങളെ, റജബ് എന്നത് കഴിഞ്ഞുപോയിരിക്കുന്നു. ആ മാസത്തിൽ വിത്ത് നടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ശഅബാനിൽ നമുക്കതിന് വെള്ളം ഒഴിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പവിത്ര മാസത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ മുന്നേറിയ ആളുകളാണെങ്കിൽ നമുക്ക് ശഅബാനിലും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ സാധിക്കും. എങ്കിൽ മാത്രമേ അതിനു ശേഷം വരുന്ന റമളാനിൽ നമുക്കതിന്റെ പരിപൂർണമായ ഫലം കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നല്ല ഉന്മേഷത്തോടുകൂടി ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാവാൻ, നമ്മുടെ ജീവിതം അതിലായി മുന്നേറാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ, ഹർജിന്റെ കാലത്തുള്ള ഇബാദത്ത് എന്നിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നത് പോലെയാണ്. ഹർജിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫിത്നകൾ, കൊലപാതകങ്ങൾ, ആളുകൾ പലതിന്റെയും പിന്നിൽ ഓടുന്ന, തിരക്കിലായിരിക്കുന്ന, അങ്ങനെ ഇബാദത്തുകളിൽ നിന്നും പൊതുവെ ജനങ്ങൾ അശ്രദ്ധമായി ജീവിക്കുന്ന കാലഘട്ടം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഹർജിന്റെ കാലഘട്ടത്തിൽ ആരാണോ ഇബാദത്തുകൾ ചെയ്യുന്നത് അവൻ എന്നിലേക്ക് ഹിജ്റ ചെയ്തു വന്നവനെ പോലെയാണ്. അഥവാ സഹോദരങ്ങളെ, ജനങ്ങളെല്ലാവരും പലതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മുഅ്മിനിന് ചെയ്യാനുള്ളത് അവന്റെ ജീവിതം ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ജീവിതം നന്നാക്കാൻ, എല്ലാ അർത്ഥത്തിലും പരിശുദ്ധി, വിശുദ്ധി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയ ഒരാളെ പോലെയാണ് എന്നാണ്. ഇത് വളരെ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇന്ന് അതാണ് അവസ്ഥ. എല്ലാവരും തിരക്കിലാണ്, പല രൂപത്തിൽ പലതിന്റെയും പിന്നാലെയാണ്. പൊതുവെ നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം പല രൂപത്തിൽ തിരക്കുകളിലാണ്.
ആ തിരക്കിനിടയിൽ സഹോദരങ്ങളെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കാനുള്ള ദിവസങ്ങൾ, മാസങ്ങൾ നമ്മൾ മറന്നുപോകരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞില്ലേ സൂറത്തുൽ മുനാഫിഖൂനിൽ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമുള്ളവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിനുള്ള ദിക്റിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കി കളയാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്ത്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു മുഅ്മിനീങ്ങളെയാണ് വിളിച്ചത്, ഈമാനുള്ള ആളുകളെയാണ് അള്ളാഹു വിളിച്ചത്, ജനങ്ങളെ എന്നല്ല വിളിച്ചത്. മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു വിളിച്ചു. കാരണം മുഅ്മിനായാലും വിശ്വാസിയായാലും സത്യവിശ്വാസിയായാലും എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളായാലും അശ്രദ്ധയിൽ പെട്ടുപോവാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യ സഹജമാണത്. അശ്രദ്ധയിലായി പോകും. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്നല്ലെങ്കിൽ സമ്പത്ത്. സഹോദരങ്ങളെ, സമ്പത്ത് നമ്മെ തിരക്കിലാക്കി കളയും. നമ്മുടെ ജോലിയും നമ്മുടെ കൂലിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ നമ്മെ തിരക്കിലാക്കി കളയും. അതുപോലെ തന്നെ സന്താനങ്ങൾ, മക്കൾക്ക് വേണ്ടിയാണ് പലപ്പോഴും പല രൂപത്തിലുള്ള കാര്യങ്ങളും ഒരു രക്ഷിതാവ്, ഒരു പിതാവ് ചെയ്യാറുള്ളത്. മക്കളോടുള്ള വാത്സല്യം കാരണത്താൽ, മക്കളോടുള്ള സ്നേഹം കാരണത്താൽ പലതിൽ നിന്നും കണ്ണടക്കും. തെറ്റാണെങ്കിലും കൂടി മോനല്ലേ മോളല്ലേ എന്ന് പറയാറുള്ളത് നമുക്കറിയാം. അള്ളാഹു പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കി കളയരുത്. ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അശ്രദ്ധയിലാക്കി കളയരുത്. എന്തിൽ നിന്ന്? അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്റിൽ നിന്ന്. അഥവാ അള്ളാഹുവിനുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എല്ലാം പെട്ടു. അള്ളാഹുവിനുള്ള ദിക്ർ, അത് നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്റായാലും നമ്മുടെ മനസ്സുകൊണ്ടുള്ള ദിക്റായാലും നമ്മുടെ ശരീരം കൊണ്ടുള്ള ഇബാദത്തുകളായാലും എല്ലാം റബ്ബിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനുള്ള ഓർമ്മയാണ് നമ്മുടെ ഇബാദത്തുകൾ. 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് റബ്ബിനെ ഓർമ്മിക്കാനുള്ളതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വഅഖിമിസ് സ്വലാത ലിദിക്രി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ഓ മൂസ, എന്നെ ഓർക്കാൻ താങ്കൾ നിസ്കാരം നിലനിർത്തുക. 5 നേരത്തെ നിസ്കാരങ്ങൾ എന്നത് സഹോദരങ്ങളെ അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഫർദ് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അശ്രദ്ധയിലായി പോവാൻ പാടില്ല. പ്രധാനമായും സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെടുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലാവരുത്. അതല്ലെങ്കിൽ നമ്മൾ മറ്റു വല്ല തിരക്കുകളിലും പെട്ടുപോകുന്ന അവസ്ഥയിലാവരുത്. അതുപോലെ തന്നെ അള്ളാഹുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇബാദത്തുകളൊക്കെ, എല്ലാ ഇബാദത്തുകളിലും അള്ളാഹുവിനുള്ള ദിക്റുണ്ട്. നിസ്കാരത്തിലുടനീളം ദിക്റാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നമുക്ക് ദിക്റുകൾ ചൊല്ലാനുണ്ട്. അത് അള്ളാഹുവിനെ ഓർക്കലാണ്. അതുപോലെ പ്രത്യേകം എണ്ണവും കണക്കുമൊന്നുമില്ലാതെ നമുക്ക് ധാരാളമായി എപ്പോഴും ദിക്റുകൾ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമ്മുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് പച്ചപിടിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഏത് രൂപത്തിലുള്ള ഇബാദത്തുകളായാലും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അതിൽ നിന്ന് മുഅ്മിനുകളെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധയിലാക്കി കളയാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന മാസമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധയിലായി പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെയല്ലേ, ഞാൻ മാത്രം തിരിഞ്ഞു നടക്കേണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കരുത്. എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂട്ടം കൂട്ടമായി പോവുക നരകത്തിലേക്കാണ് ആളുകൾ. സ്വർഗത്തിലേക്ക് ആളുകൾ കുറവാണ്. സ്വർഗത്തിലേക്ക് ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ പാതയിൽ നടക്കാനാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ എളുപ്പം. അതിൽ തിക്കും തിരക്കുണ്ടാവില്ല. അതിൽ സമാധാനത്തിൽ പോകാം, അതിലൂടെ സമാധാനത്തിൽ സഞ്ചരിക്കാം.
കാരണം തിരക്ക് കുറഞ്ഞ ഒരു പാതയാണത്. ആ തിരക്ക് കുറഞ്ഞ പാതയിൽ ഒരൽപ്പം പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നേറിയാൽ, ഒന്ന് കണ്ണടച്ചാൽ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അള്ളാഹുവിന്റെ നബിമാരെയും സിദ്ദീഖുമാരെയും ശുഹദാക്കളെയും സാലിഹീങ്ങളെയുമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നിങ്ങൾ അശ്രദ്ധമായി പോകരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അതോടൊപ്പം അള്ളാഹു ഒരു താക്കീത് കൂടി നൽകുകയാണ്. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അങ്ങനെ അശ്രദ്ധയിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അക്കൂട്ടർ തന്നെയാകുന്നു നഷ്ടക്കാർ. സഹോദരങ്ങളെ, നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ, പരലോകത്തെ നഷ്ടമെന്ന് പറഞ്ഞാൽ അത് നരകക്കാർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മെ വല്ലതും തിരക്കിലാക്കി കളഞ്ഞാൽ, നമ്മൾ ഇബാദത്തുകളിൽ നിന്ന് തെറ്റിയാൽ അതിന്റെ തിക്തഫലം സഹോദരങ്ങളെ ഈ ഖുസ്റാനാണ്, നഷ്ടമാണ്. അതുകൊണ്ട് ആ നഷ്ടം ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ദൃഢ നിശ്ചയത്തോടുകൂടി ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാവാൻ, ഇബാദത്തിന് വേണ്ടി ഒരുങ്ങാൻ, റമളാനിന് വേണ്ടി ഒരുങ്ങാൻ, നമ്മുടെ ജീവിതം നന്നാക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, മനുഷ്യ, ഇതാ റജബ് കഴിഞ്ഞിരിക്കുന്നു. ആ റജബിൽ നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇതാ വന്നിരിക്കുന്നു ശഅബാൻ. അല്ലാഹു അടുത്ത മാസം ശഅബാൻ എന്ന മാസം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ അജ്ഞത കൊണ്ടും നിന്റെ അലസത കൊണ്ടും ഈ സമയത്തെയും നീ പാഴാക്കിക്കളയരുത്. കാരണം മരണമെന്നത് അത് നിനക്ക് അനിഷ്ടകരമായാലും നിന്നിലേക്ക് കടന്നുവരും. ആ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വേഗത്തിൽ തൗബ ചെയ്തു മടങ്ങാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ചില മുൻഗാമികൾ ഓർമ്മപ്പെടുത്തിയതായി കാണാം. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഓർമ്മപ്പെടുത്തലുകളാണത്, നമുക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണത്. സമയം എന്നത് പാഴാക്കിക്കളയാനുള്ളതല്ല. വേഗത്തിൽ ഇബാദത്തുകളുമായി സമൃദ്ധമാക്കേണ്ടതാണ്. കാരണം മരണമെന്നത് മലക്കുൽ മൗത്തിന് തെറ്റിപ്പോകുന്നതല്ല, മറിച്ച് അല്ലാഹു തആല നിശ്ചയിച്ച സമയം വന്നെത്തിയാൽ ഞാനും നിങ്ങളും മരിക്കും. മലക്കുൽ മൗത്ത് നമ്മെ വിട്ട് മറ്റൊരാളെ പിടിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ആയുസ് എത്താനാവുന്നേ ഉള്ളൂ. അല്ലാഹു തആല ഇത്തരം സമയങ്ങൾ കൂടി നമുക്ക് നൽകി എന്നത് അല്ലാഹുവിന്റെ നിഅമത്താണ്, അത് തൗഫീഖാണ്. അതുകൊണ്ട് അശ്രദ്ധയിലായി പോകാതെ ബോധമില്ലാത്ത ആളുകളെ പോലെ ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. റജബ് കഴിഞ്ഞു, ശഅബാൻ വന്നിരിക്കുന്നു, അടുത്തത് റമളാനാണ്. കൂടുതൽ ഇബാദത്തുകളുമായി മുന്നേറാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഇഖ്ലാസോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുഴുവനും, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വീഴ്ചകൾ, കുറവുകൾ, ന്യൂനതകൾ, തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ സഹോദരങ്ങളെ അവരെ ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ, സഹോദരങ്ങൾ, ഉമ്മ, വാപ്പ, അതുപോലെയുള്ള ആളുകൾ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.